പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് വളരെ ആഴമുള്ള ഒരു തിരുവചനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. ആമീൻ, ഹല്ലേലൂയ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ലോകത്തിൽ പലർക്കും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണമെന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷ സ്വീകരിക്കുവാൻ ആരും തയ്യാറല്ല. നമുക്ക് അനുഗ്രഹം വേണം, പക്ഷേ ശുദ്ധീകരണം വേണ്ട. കിരീടം വേണം, പക്ഷേ കുരിശ് വേണ്ട. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വഴി കുരിശിലൂടെ മഹത്വത്തിലേക്കുള്ള വഴിയാണ്. ദൈവം ശാസിക്കുന്നത് എന്തുകൊണ്ട്? സഹോദരങ്ങളെ, ഒരു പിതാവ് തൻ്റെ മകനെ ശാസിക്കുമ്പോൾ അത് വെറുപ്പ് കൊണ്ടാണോ? ഒരിക്കലുമല്ല. സ്നേഹമുള്ള പിതാവാണ് തിരുത്തുന്നത്. ദൈവവും അതുപോലെ തന്നെയാണ്. പാപത്തിന്റെ വഴിയിൽ പോകുന്ന ആത്മാവിനെ തിരികെ കൊണ്ടുവരുവാൻ, അഹങ്കാരത്തിൽ വീഴുന്ന മനുഷ്യനെ താഴ്ത്തുവാൻ, ലോകസ്നേഹത്തിൽ മുങ്ങിപ്പോകുന്ന ഹൃദയത്തെ ഉണർത്തുവാൻ ദൈവം ചിലപ്പോൾ കണ്ണീരിലൂടെ സംസാരിക്കുന്നു. നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഞാൻ പ്രാർത്ഥിച്ചില്ലയോ? ഞാൻ ഉപവസിച്ചില്ലയോ? ഞാൻ ദൈവത്തെ സ്നേഹിച്ചില്ലയോ? എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തും. യോബിന്റെ ജീവിതമെന്ന് പറയുന്നത്, യോബ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ ദൈവഭക്തനുമായിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു. ഒന്നിനു പിറകെ ഒന്നൊന്നായി. സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ മക്കൾ അവന് നഷ്ടപ്പെട്ടു, അവന്റെ ആരോഗ്യം അതും അവന് നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും അവൻ ഒരു കാര്യം നഷ്ടപ്പെടുത്തിയില്ല. പ്രിയ ദൈവമക്കൾ, ദൈവത്തിലുള്ള വിശ്വാസം. ഇതാണ് വിശുദ്ധരുടെ വഴി. നമ്മുടെ സഭയിലെ വിശുദ്ധരും കഷ്ടതയെ ശാപമായി കണ്ടില്ല. പ്രിയ ദൈവമക്കളെ, അവരത് വിശുദ്ധീകരണമായി കണ്ടു. സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുനീർ ദൈവത്തിനു മുമ്പിൽ വ്യർത്ഥമല്ല. ഓരോ വേദനയും സ്വർഗം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയ ദൈവ പൈതലെ, ശിക്ഷയുടെ പിന്നിലെ സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ശിക്ഷ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല, അത് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ശില്പി കല്ല് കൊത്തുമ്പോൾ കല്ലിന് ഒരുപക്ഷേ വേദനയുണ്ടായേക്കാം. എന്നാൽ അതിലൂടെ മനോഹരമായ ഒരു പ്രതിമയാണ് അവിടെ പുതുതായി ജനിക്കുന്നത്. ദൈവവും നമ്മുടെ ജീവിതം കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ബന്ധങ്ങൾ തകരും, ചില വാതിലുകൾ അടയും, ചില പ്രാർത്ഥനകൾ ഒരുപക്ഷെ വൈകിയേക്കാം. അപ്പോൾ നമ്മൾ നിരാശപ്പെടും. എന്നാൽ പിന്നീട് ഒരിക്കൽ നമുക്ക് മനസ്സിലാകും, ദൈവം എന്നെ രക്ഷിക്കുകയായിരുന്നു എന്ന്. പ്രിയ ദൈവ പൈതലേ, കുരിശും മഹത്വവും എന്ന് പറയുന്നത്, യേശുക്രിസ്തു പോലും കുരിശിലൂടെ കടന്നുപോയി. ഗത്സമനയിൽ അവൻ വിയർപ്പായി രക്തം ചീന്തി. കാൽവരിയിൽ അവൻ വേദന അനുഭവിച്ചു. എന്നാൽ അതിലൂടെ ലോകത്തിന് രക്ഷ ലഭിച്ചു. അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന വിശ്വാസിയെ, നിന്റെ കുരിശ് വെറുതെയല്ല. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് മനസ്സിലാകാത്തത് ഒരു ദിവസം നിന്റെ ജീവിത സാക്ഷ്യമായി മാറും. പ്രിയ ദൈവ പൈതൽ, പരീക്ഷണ കാലത്തെ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ, എനിക്കെല്ലാം മനസ്സിലാകുന്നില്ല, എന്നാൽ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കണ്ണുനീർ നീ കാണുന്നു, എൻ്റെ രാത്രികൾ നീ അറിയുന്നു, എൻ്റെ ഭയം നിനക്കറിയാം തമ്പുരാനെ. കർത്താവേ, ശിക്ഷയിലൂടെയും എന്നെ ഉപേക്ഷിക്കരുത്. എൻ്റെ ഹൃദയം കടുപ്പമാകാതിരിക്കാൻ, എൻ്റെ വിശ്വാസം തകരാതിരിപ്പാൻ പരിശുദ്ധ കന്യക മർത്തമറിയമമ്മ കുരിശിന്റെ വഴിയിൽ നിന്നതുപോലെ ഞങ്ങളുടെ കൂടെയും നിൽക്കണമേ. ആ വിശുദ്ധരുടെ സാക്ഷ്യം
വിശുദ്ധ പാദ്രോപിയോ വേദന സഹിച്ചു. വിശുദ്ധ അൽഫോൻസാമ്മ രോഗങ്ങൾ സഹിച്ചു. വിശുദ്ധരെല്ലാവരും കണ്ണീരിലൂടെ കടന്നുപോയവരാണ്. എന്നാൽ അവർ ഒരു കാര്യം പഠിച്ചു: ദൈവം നമ്മെ തകർക്കും, അവൻ നമ്മെ വിശുദ്ധരാക്കും. ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്തു വേദനയാണെങ്കിലും ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും നിന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവം, ഇന്നേ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. കഷ്ടത വന്നാൽ വിശ്വാസം കളയരുത്. വൈകിയാൽ നിന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. കണ്ണുനീർ വന്നാൽ പ്രാർത്ഥന നിർത്തരുത്. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഇന്നേ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ വേദനയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ശിക്ഷയിൽ പോലും നിന്റെ സ്നേഹം തിരിച്ചറിയുവാനുള്ള കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ.